ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയെക്കുറിച്ചും നാം ചിന്തിച്ചു വരികയായിരുന്നു, മനസ്സിലാക്കി വരികയായിരുന്നു, അനുഭവിച്ചു വരികയായിരുന്നു. മനുഷ്യർക്ക് അസാധ്യമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. മനുഷ്യൻ വിചാരിക്കുന്നു എല്ലാം നമുക്ക് സാധിക്കുമെന്ന്, അവർക്ക് സാധിക്കുമെന്ന്. ഇല്ലില്ല, മനുഷ്യർക്ക് സാധ്യമല്ലാത്ത എത്രയോ കാര്യങ്ങളുണ്ട്. പക്ഷെ ഒന്നുണ്ട്, ദൈവത്തിന് എല്ലാം സാധിക്കും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മനുഷ്യർക്ക് അസാധ്യമായ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ദൈവത്തിന് അസാധ്യമായത് ഒരു കാര്യം പോലും പറയാനില്ല. യഹോശാഫാത്ത് രാജാവിന് വലിയ യുദ്ധം വന്നു. അമ്മോന്യരും, മോവാബ്യരും, മെയൂന്യരും, ഇങ്ങനെ 3 രാജാക്കന്മാർ വന്ന് പടയ്ക്ക് അണിനിരന്നപ്പോൾ ലോകപ്രകാരമുള്ള രാജാക്കന്മാർ എല്ലാവരും അവരുടെ ശക്തിയെല്ലാം സംഭരിച്ച് ആയുധങ്ങളെല്ലാം ഒരുക്കി പടയ്ക്ക് പുറപ്പെടേണ്ടതിന് പകരം യഹോശാഫാത്ത് രാജാവ് എന്ത് ചെയ്തു? ആലയത്തിലേക്ക് ജനത്തെ മുഴുവൻ കൂട്ടിവരുത്തിയിട്ട് അവരോട് ഈ കാര്യം പറഞ്ഞു. ദൈവസന്നിധിയിൽ ഈ കാര്യം പറയണമെന്ന് അവരോട് പറഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും അവർ ഒരു തീരുമാനമെടുത്തു. അത് ഇന്ന് അനേകർക്ക് മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ, രോഗം വരുമ്പോൾ ഈ ഭൂമിയിലേക്ക് നോക്കി പരിഹാരം കാണാൻ മനുഷ്യർ ഓടി നടക്കുകയാണ്. എവിടെ നിന്ന് പരിഹാരം കിട്ടും? അറിവില്ല. കുറച്ച് പേര് ഒരു സ്ഥലത്ത് പോകും, കുറച്ച് പേര് വേറെ സ്ഥലത്ത് പോകും, മറ്റു ചിലർ 1-2 സ്ഥലത്ത് പോകും, ചിലർ പല സ്ഥലത്ത് പോകും, ചിലർ എല്ലാ സ്ഥലത്തും പോകും. എവിടെ നിന്ന് ഈ അനുഗ്രഹം കിട്ടുന്നതെന്ന് അവർക്ക് പോലും നിശ്ചയമില്ല. ഒന്ന് പോയി നോക്കാം. പൊട്ടക്കണ്ണൻ മാവേലെറിയുന്ന പോലെ ഈ മാവയിൽ നിന്നൊരു മാങ്ങയാടിയാൽ കിട്ടട്ടെ, ഇരിക്കട്ടെ. അപ്പുറത്തെ മാവേലെറിയും, ഈ മാവേലെറിയും. ഇതുപോലെ അല്ല പ്രിയരെ വിശ്വാസം നയിക്കേണ്ടത്. ഒരൊറ്റ പർവ്വതമേ ഉള്ളൂ. ഏതാണ് പർവ്വതം? സഹായം വരുന്ന പർവ്വതം. മനുഷ്യരായി നമ്മെ സഹായിക്കാൻ ഒരേ ഒരു പർവ്വതമേ ഉള്ളൂ. അത് കാൽവറിയിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടാകുന്ന നിത്യപർവ്വതമാണ്. ആ പർവ്വതത്തിലേക്ക് നാം നോക്കിയാൽ സഹായം ഒഴുകി വരും. അല്ല, ആ പർവ്വതത്തിൽ എപ്പോഴും സഹായം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവിന് അതിന് പറയുന്നത്, നമുക്ക് കരുണ ലഭിപ്പാനും സഹായത്തിലുള്ള കൃപ വായ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് വരിക, എപ്പോഴും വേണമെങ്കിലും ചെല്ലാം. എന്നാൽ മനുഷ്യരായ നമ്മിൽ പലരും ഈ ഭൂമിയിലെ പല സ്ഥലങ്ങളിലേക്കും, പല വ്യക്തികളിലേക്കും, പല സ്ഥാപനങ്ങളിലേക്കും എല്ലാം ഓടുന്നു സഹായത്തിന് വേണ്ടി. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, നിങ്ങൾക്ക് സഹായം കിട്ടാൻ, നിങ്ങൾക്ക് ഒരു അനുകൂലമായ ഒരു മറുപടി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ അവിടെ എവിടെയൊക്കെ ഒന്ന് ഓടി നടക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ തന്നെ മുഴങ്കാൽ മടക്കി അപ്പാ എന്ന് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള പദവി പ്രാപിക്കണം. എന്താണ് ആ പദവി? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഇന്ന ജാതിയിൽ നിന്നോ, ഇന്ന മതത്തിൽ നിന്നോ, ഇന്ന വർഗത്തിൽ നിന്നോ, ഇന്ന പാരമ്പര്യത്തിൽ നിന്നോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. പാരമ്പര്യമൊക്കെ വിഷയമുള്ളത് ഇവിടുത്തെ മനുഷ്യർക്കല്ലേ. എൻ്റെ സഭയല്ല, അതുകൊണ്ട് അവൻ പോക്ക്. എൻ്റെ കൂട്ടായ്മയിലല്ല വരുന്നത്, അതുകൊണ്ട് അവൻ അത്ര പോരാ. ഇതൊക്കെ വെറും തരം താഴ്ന്ന ചിന്താഗതി എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ എന്നോട് ക്ഷമിക്കണം. അതൊക്കെ വെറും തരം താഴ്ന്ന ചിന്താഗതികൾ. ദൈവത്തിന് മനുഷ്യനെന്ന ഒരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. മനുഷ്യർ ദൈവത്തിൻ്റെ കൈപ്പണി. മനുഷ്യനല്ലേ മനുഷ്യനെ തരംതിരിച്ചതും, മനുഷ്യരല്ലേ വേർപാടൊക്കെ ഉണ്ടാക്കിയതും, മനുഷ്യരല്ലേ സഭയും ജാതിയും വർണ്ണവും വർഗവും എല്ലാം വെച്ച് നോക്കുന്നത്. ദൈവത്തിന് ഒറ്റ നോട്ടമേ ഉള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു ജനിച്ചപ്പോൾ പറഞ്ഞത്, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ആർക്ക്? എല്ലാ ജനത്തിനും. ഇതുവരെ ഉണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരും ഇനി ജനിക്കാൻ പോകുന്നവരുമായിട്ടുള്ളവർക്കും വേണ്ടിയിട്ടുള്ള മഹാസന്തോഷമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിലേക്ക് നോക്കണം. യഹോശാഫാത്ത് രാജാവ് അദ്ദേഹം ജനത്തെ വിളിച്ചു കൂട്ടി, ഉപവാസം പ്രസിദ്ധമാക്കി. അവിടെ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ രാജാവ് തന്നെയാണ് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, 6-ാം വാക്യം, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ, നീ ജാതികളുടെ സകല രാജ്യങ്ങളെ ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ വിശ്വസിക്കുക മാത്രമല്ല, അത് ഏറ്റുപറയുന്നു. അതൊരു നല്ല അനുഭവവേദ്യമായൊരു പ്രാർത്ഥനയുടെ ചില ഭാഗങ്ങളാണ്. ദൈവത്തോട് തന്നെ അങ്ങ് പറയണം, കർത്താവേ, അവിടുന്ന് സർവ്വശക്തനല്ലേ, എൻ്റെ ഈ വിഷയത്തിൽ ഒന്ന് അവിടുന്ന് കരം നീട്ടിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ കർത്താവേ. അങ്ങനെ പറയണം.
കർത്താവേ അവിടുന്ന് സർവ്വസമ്പന്നനല്ലേ, എൻ്റെ ഈ കൊച്ചു കടമൊന്ന് മാറ്റാൻ അവിടുത്തെ കഴിയല്ലേ കർത്താവേ, അവിടുന്ന് ഒന്ന് കരുന്നേട്ടണേ. ഇങ്ങനെ ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ നാം വിശ്വസിക്കുകയും ആ വിശ്വാസം പ്രഖ്യാപിക്കുകയും ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ളതായ പ്രാർത്ഥന ദിവസത്തിൽ എത്തുമ്പോൾ ദൈവം കനിഞ്ഞ് നമുക്ക് മറുപടി തരും. യഹോശാഫാത്ത് രാജാവ് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, ആർക്കും ഒരു എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമം നിനക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് ശക്തിയില്ല, ഞങ്ങൾക്ക് പരാക്രമമില്ല, പക്ഷെ അങ്ങേക്കുണ്ടല്ലോ. ഈ 3 രാജാക്കന്മാരുടെ സൈന്യത്തെ എതിർപ്പാനുള്ള ശക്തിയോ ബലമോ കഴിവോ പ്രാപ്തിയോ ഞങ്ങൾക്കില്ല, പക്ഷെ അങ്ങേക്കുണ്ടല്ലോ. ഇതാണ് ശരിയായ വിശ്വാസം, ശരിയായ ദൈവാശ്രയവതമാണ്. എനിക്ക് കഴിവില്ല, പക്ഷേ യേശുവിന് കഴിവുണ്ട്. എനിക്ക് രോഗമുണ്ട്, പക്ഷേ യേശു സൗഖ്യദായകനാണ്. എനിക്ക് കടബാധയുണ്ട്, പക്ഷേ ദൈവം സർവ്വസമ്പന്നനാണ്. എനിക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, എന്നാൽ പരിഹാരകനായ യേശു ഉണ്ട്. ഇങ്ങനെ നമ്മൾ ചെറു ക്ലാസ്സുകളിൽ ഈ ചേരുംപടി ചേർക്കുക എന്ന് പറയും. എ എന്നൊരു കോളം, ബി എന്നൊരു കോളം. എ എന്ന കോളത്തിൽ 1 2 3 4 5, പക്ഷെ ബി എന്ന കോളത്തിൽ എല്ലാം തല തിരിച്ചിടും. അത് മാറ്റി കറക്റ്റ് എഴുതണം. എന്താണ് ഒന്ന് പറയാം. എ എന്ന കോളത്തിൽ 10 + 10 = ബി എന്ന കോളത്തിൽ 1 2 3 എഴുതിയിരിക്കുകയാണ്, ഇത് തെറ്റിച്ചെഴുതിയിരിക്കുകയാണ്. 50 40 30 80 ഇങ്ങനെയൊക്കെ എഴുതിയേക്കുക. പക്ഷെ ഒരൊറ്റ ആൻസറേ ശരിയുള്ളൂ. 10 + 10 = 20 ഇല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ സകല പ്രശ്നത്തിന് പരിഹാരം യേശുക്രിസ്തുവിൻ്റെ അതിലുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തണം. അത് അനുഭവിക്കുകയും ചെയ്യണം. വെറുതെ ഒരു അറിവായിട്ടല്ല, അനുഭവമാകണം. അനുഭവങ്ങളുടെ ജീവിതമല്ലേ ക്രിസ്ത്യ ജീവിതം, അറിവിൻ്റെ ജീവിതം അല്ലല്ലോ. അറിവ് ചീർപ്പിക്കുന്നു, എന്നാൽ ഈ ക്രിസ്തുവിൻ്റെ വചനമോ നമ്മെ ജീവിപ്പിക്കുന്നു. സ്തോത്രം. പിന്നെയും പ്രാർത്ഥിക്കുകയാണ്. 7-ാം വാക്യം, ഞങ്ങളുടെ ദൈവമേ, നീ നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ ദാസനായ നിന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. കർത്താവേ, ഒരു വലിയൊരു ജാതിയെ നീക്കിക്കളഞ്ഞ് ദൈവമക്കൾക്ക് നീ അവകാശം കൊടുത്തിട്ടുണ്ട്. ഈ കാര്യവും കർത്താവെ അങ്ങേക്ക് സാധിക്കും. ഇങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പഴയ കാര്യങ്ങൾ ഓർത്ത് അത് ചകഞ്ഞെടുത്ത് നാം ദൈവത്തോട് പറയണം. കർത്താവേ, എൻ്റെ മദ്യപാനം നീ മാറ്റിയതല്ലേ, എൻ്റെ കടവും കൂടി മാറ്റാൻ നിനക്ക് കഴിയും. യേശുവേ, എൻ്റെ കടം നീ മാറ്റി തന്നതല്ലേ, എൻ്റെ ജീവിതം മാറ്റാൻ കർത്താവേ അങ്ങേക്ക് കഴിയും. ഇങ്ങനെ ഓരോന്നും പഴയത് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾ ഓർക്കുന്നില്ലേ പ്രിയരെ, ദാവീദ് ആ മല്ലനായ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ദാവീദ് എന്താണ് പറഞ്ഞത്? സിംഹത്തിൻ്റെയും കരടിയെയും കയ്യിൽ തന്നെ പിടിവെച്ചൊരു ദൈവം. ആ ബേസ് അവിടെയാണ്, അനുഭവമാണത്. നമ്മെ വിടുവിച്ച ദൈവം, നമ്മെ പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ദൈവം, ദൈവവിചാരമില്ലാതെ ലോകത്തിൻ്റെ ദാസനായി ജീവിച്ച നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കിയില്ലേ? എന്തൊരു ഭാഗ്യമല്ലേ, എന്തൊരു പദവിയത്. നിത്യനായ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം, നിത്യനായ ദൈവത്തെ അപ്പാ എന്ന് വിളിച്ച് അരികിലണഞ്ഞ് ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടുകൂടി അറിയിക്കാനുള്ള മഹാഭാഗ്യം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ രാജാവ് എന്താണ് പറഞ്ഞത്? കർത്താവേ, അങ്ങേക്കേ സാധിക്കുകയുള്ളൂ, ഞങ്ങൾക്ക് കഴിയില്ല. കർത്താവിന് സ്തോത്രം. പിന്നീട് അവർ പ്രാർത്ഥിക്കുന്നു ഒരുമനപ്പെട്ട്. പഴയ ചരിത്രങ്ങളെല്ലാം ഇസ്രായേൽ ജനത്തെ നിത്യനായ ദൈവം നടത്തിയ വഴികൾ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രിയരെ, നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നാം പഴയ കാലങ്ങൾ ഓർത്ത് നന്ദിയോടെ വേണം കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദിയല്ലാതെ മറ്റൊന്നും ചൊല്ലുവാനില്ല, അല്ലേ? നമ്മുടെ യൂട്യൂബിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വിഷയം പറഞ്ഞിരുന്നു. സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. പക്ഷെ എങ്ങനെ സ്തോത്രം വരും? സ്തോത്രം നന്ദിയാണ്, സ്തുതി ദൈവത്തോടുള്ള കടപ്പാടാണ്, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തുകൊണ്ടുള്ള സ്തുതിയാണത്. ഏറ്റവും വലിയ ഉപകാരം എന്താ കർത്താവ് ചെയ്തത്? നമ്മുടെ പ്രാണനെ നിത്യരത്തിൽ നിന്ന് രക്ഷിച്ചു. പിശാചിൻ്റെ അടിമത്തത്തിൽ കിടന്ന് നമ്മുടെ ആത്മാവിനെ കർത്താവ് വീണ്ടെടുത്തു. അതിന് കർത്താവ് വലിയ വില കൊടുത്തു. പറയില്ലേ, എന്താ വില? യേശുവിൻ്റെ ജീവൻ തന്നെ, യേശുവിൻ്റെ രക്തം തന്നെ, യേശുവിൻ്റെ ആ ത്യാഗം മൂലമാണ് നമുക്ക് രക്ഷ കിട്ടാനിടയായത്. ഏകയാഗം. സ്തോത്രം. ഈ യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് പിശാച് എന്ത് വന്നാലും എനിക്ക് സാരമില്ല, എൻ്റെ ദൈവം സർവശക്തനാണ്, ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്ന് നമുക്ക് ഉറയ്ക്കാം. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനത്തിലും ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിലും ഉറയ്ക്കുമെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളും. ഭാരപ്പെടേണ്ടവനെ, പ്രിയമകളെ, സങ്കടപ്പെടേണ്ട. രോഗമുണ്ടോ? വൈദ്യനുണ്ട്. കടബാധയുണ്ടോ? സമ്പന്നനുണ്ട്. ഞെരുക്കങ്ങളുണ്ടോ? വിശാലത തരുന്നവൻ കൂടെയുണ്ട്. പിന്നെ എന്തിനു നിരാശപ്പെടണം? അതുകൊണ്ട് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം.
ആ രാജാവ് തക്ക സമയത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് കൊടുത്തു പോലും നമുക്കും നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹം ഞങ്ങളുടെ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം, തിരുരക്തത്തിൽ മറച്ചെല്ലാവരെയും കാക്കണം, എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ എന്തെങ്കിലും കാര്യം ഞങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും.